വെച്ച് കയറുമോളെ. വസന്തം വാഗമലരേ ഉദന്തം സുരഭിലമാക്കി തുളുമ്പും തൂനിലാവാലെ തലോടി തളിരുടലാകെ പാരിളം തിങ്കളേ പൊന്നോമൽ ചുണ്ടിലെന്നും താമരത്തേനുലാവും പൈമ്പാലായി പെയ്തിറങ്ങാം ഒന്നരികെ വാ. വസന്തം വാഗമലരേ ഹൃദന്തം സുരഭിലമാക്കി തുളുമ്പും തൂനിലാവാലെ തലോടി തളിരുടലാകെ. ആരാധനാലയങ്ങൾ ഇടിച്ചു പൊളിക്കാൻ 6 അംഗ കമ്മിറ്റിയെ നിയോഗിച്ചിരിക്കുന്നു. രാവിലെ ഉള്ള ചായ തന്നൂടെ? ചായ തന്നൂടെ വസന്ത കോകിലേ? ചത്ത എന്താ? അല്ല, ചായ വേണോന്ന് പറഞ്ഞായിരുന്നു. അല്ല, ചാരായം വേണോന്ന് പറഞ്ഞ പോലെ തോന്നി. അത് തോന്നലായിരുന്നു. അത് ശരി, ഒന്ന് പിടിച്ചേ. ഒന്ന് കാലിങ്ങോട്ട് മാറ്റോ, ഒന്നിങ്ങോട്ട് മാറ്റോ. ഈ എണീറ്റാലുടനെ ചായ കുടിക്കണമെങ്കിലേ ചേട്ടനും കൂടെ അടുക്കളയിലോട്ട് വന്ന് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തൂടെ? ആ ഹെൽപ്പ് വേണോ? എന്നാ ഞാൻ പറഞ്ഞ പോലെ ഒരു സെർവന്റ് ഏർപ്പാട് ചെയ്യണം. ഓഫീസിൽ പോക്കും അടുക്കള ജോലിയും കൂടെ എനിക്ക് ഡിഫിക്കൽട്ടാ. പിന്നെ ചേട്ടാ, അഡ്വക്കേറ്റ് നന്ദകുമാർ ചേട്ടന്റെ ഫ്രണ്ടാണെന്നല്ലേ പറഞ്ഞത്? എന്താ അവനെ പറ്റി വാർത്ത വല്ലതും പത്രത്തിൽ വന്നോ? വാർത്ത വരാനുള്ള സമയമായിട്ടില്ലല്ലോ. പ്രശ്നങ്ങൾ അവിടെ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ചേട്ടാ, ഞാൻ നന്ദകുമാറിന്റെ വൈഫുമായി ഒന്ന് ടോക്ക് ചെയ്താലോ? അങ്ങനെ ടോക്കണ്ട. അല്ല, പെണ്ണിന്റെ മനസ്സിൽ എന്താണെന്നറിയാലോ? വല്ല ലവ്വോ എന്താ? ലവ്വും ഇല്ല, കിവും ഇല്ല. ഇനി അഥവാ അവളുടെ മനസ്സിൽ എന്തെങ്കിലും ഇച്ചിരി ഉണ്ടെങ്കിൽ അത് വളച്ചൊടിച്ച് വലുതാക്കി കാണിക്കുന്നത് അല്ലെങ്കിൽ വക്കീലന്മാരുടെ പൊതു സ്വഭാവമാണ്. ഇതുകൊണ്ടാണ് ഞാൻ LLBക്ക് പോകാത്തത്. നീ അവിടെ സംസാരിച്ച് എന്താ എന്നെ വിളിച്ചത്? നീയെന്നോ? കല്യാണം കഴിഞ്ഞ് ഇത്ര ദിവസമേ ആയുള്ളൂ, അപ്പോഴേക്കും കണ്ടില്ലേ ഒരു പുരുഷ മേധാവിത്വം? നീ പോലും. ഞാൻ പിന്നെ എന്റെ ഭാര്യ എന്താ വിളിക്കേണ്ടത്? വസന്ത കോകിലെന്ന് വിളിക്കണം. ഓ, അത് ഭയങ്കര നീളമല്ലയോ? എന്നാ പിന്നെ ചേട്ടന്റെ ഇഷ്ടം പോലെ അങ്ങ് ചുരുക്കി വിളിച്ചോ. എങ്ങനെ ചുരുക്കും? സുലോചനെ സുലു, വസുന്ധരെ വസു, ആമീനെ ആമി എന്നൊക്കെ വിളിക്കൂലേ? ഈ ബുദ്ധി എനിക്ക് പോയില്ലല്ലോ. വസന്ത കോകില, വസന്ത എന്ന് വിളിച്ചാലോ? അയ്യോ, അത് വേണ്ട. അത് കോഴികൾക്ക് വരുന്നൊരു അസുഖം. കോകിലെന്ന് വിളിച്ചാ? അയ്യോ, അത് വേണ്ട. നിന്റെ ശബ്ദം വെച്ച് നോക്കുമ്പോ ഒട്ടും ശരിയാവൂല. ഞാൻ ഒരു കാര്യം ചെയ്യാം. ആദ്യത്തെ അവസാനത്തെ അക്ഷരം ഒഴിച്ച് ബാക്കിയെല്ലാം കളയാം. വസന്ത കോകില, വാ ല വല. കൊള്ളാം. വലേ. ഓ, ഈ ആൾക്കാർക്ക് റോഡിൽ എന്താ കാര്യം? ജലദോഷം അല്ല, മുടി ദോഷം. വല്ല കവിതയോ കഥയാണോ എഴുതുന്നത്? കുറച്ച് കുസൃതിയും കുന്നായ്മയും ഉണ്ടെന്നേ ചന്ദ്രഭാനു പറഞ്ഞുള്ളൂ. എഴുതുന്ന അസുഖം ഉണ്ടെന്ന് ഭാനു പറഞ്ഞില്ലല്ലോ. ഞാൻ അതൊന്നും അല്ല എഴുതിയത്. മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ മഹാബിരുദാണെന്നാ കേട്ടത്. എന്നിട്ട് പാടുപെട്ട് ഞാൻ എന്റെ തമാശ പറഞ്ഞിട്ട് ആദ്യം അത് സീരിയസ് ആയിട്ട് എടുത്ത് പറഞ്ഞല്ലോ. കോടതിയിലെങ്ങാനമാണിത് പൊട്ടിച്ചിരുന്നെങ്കിൽ ഇപ്പൊ കൂട്ടച്ചിരി വരുന്നേനെ. ഈ മുറിയിൽ തന്നെ ഇങ്ങനെ ഇരുന്നാ മതിയോ? ആളെ കാണിക്കാനെങ്കിലും അടുക്കളയിലോട്ടൊന്നും ചെന്നില്ലേ അമ്മയ്ക്ക് എന്തോ തോന്നും? മരുമോള് വന്നിട്ട് വീടിന്റെ താക്കോലും ഏൽപ്പിച്ചിട്ട് കാശിയിലോ രാമേശ്വരത്തോ തീർത്ഥാടനത്തിന് പോവാന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു അമ്മാവിയമ്മ. കേട്ടോ? അടുക്കള കാര്യങ്ങളിൽ അമ്മയെ സഹായിച്ചിരുന്നത് അനിയത്തിയാണെന്ന് ഞാൻ അറിഞ്ഞു. അതുകൊണ്ടാ അടുക്കള കയറാനൊരു മടി. സാരമില്ല, അമ്മ എല്ലാം പഠിപ്പിച്ചു തരാം. ഇതാ മേശപ്പുറത്തോട്ട് വയ്ക്ക്. അമ്മയ്ക്ക് ചെയ്യാൻ വയ്യാഞ്ഞിട്ടല്ല,
ഭാര്യമാര് വെച്ചു വിളമ്പുന്ന കഴിക്കാനാ ഭർത്താക്കന്മാർക്ക് ഇഷ്ടം. അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞു പെരുമാറുന്നതാ ഒരു പെണ്ണിന്റെ മിടുക്ക്. അങ്ങനെയൊക്കെയാ നമ്മൾ അവരുടെ മനസ്സിൽ കടന്നുകൂടേണ്ടത്. എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാ മതി. ആദ്യമൊക്കെ ഞാനും ഇങ്ങനെയായിരുന്നു. അന്ന് പെൺകുട്ടികൾക്ക് ഇന്നുള്ള സ്വാതന്ത്ര്യമൊന്നുമില്ലല്ലോ. ഒരു വർഷം വല്ലാത്ത ശ്വാസം മുട്ടലായിരുന്നു. അത് ചെയ്താ കുറ്റമാകുമോ, ഇത് ചെയ്താ കുറ്റമാകുമോ എന്ന് ശങ്ക. അമ്മായിമ്മ പോരെന്നൊക്കെ കേട്ടിട്ടില്ലേ? അത് ശരിക്കും അനുഭവിച്ചു. അവരുടെ മുമ്പിൽ നേരെ നിന്ന് സംസാരിച്ചു തന്നെ 2 വർഷം കഴിഞ്ഞ. ഇവിടെ അതൊന്നും വേണ്ടി വരില്ല. ഈ വീട്ടിലെ കാര്യങ്ങൾ നോക്കേണ്ടത് നീയാ. പിന്നെ ഭർത്താവിന്റെ അമ്മയാണെന്നുള്ള ഒരു സ്ഥാനം മാത്രമേ എനിക്കുള്ളൂ. ഇനി മോടെ ഇഷ്ടത്തിനായി ഇവിടെ സ്ഥാനം. ആട്ടെ, രാത്രിയിൽ ആഹാരം അവിടെ എത്ര മണിക്കാ? ഈ സമയത്താ. ആ, എന്നാ നന്ദനെ വിളിച്ചോളൂ, അമ്മ വിളമ്പാ. ചായ ഇരുന്ന് തണുക്കുന്നു. അവൾ എണീറ്റില്ലേ മോനെ? ഉണർന്ന് കിടക്കാന്നാ തോന്നുന്നത്. എന്നാൽ ഇനി അവൾ എണീറ്റിട്ട് ചൂടാക്കാം. അമ്മേ, അമ്മ ശ്രദ്ധിച്ചോ? അവൾക്ക് എന്തോ ഒരു പ്രയാസം. വന്ന് കയറിയപ്പം മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാ. എന്തു പ്രയാസം? അമ്മ എന്നെ മറക്കണ്ട. അമ്മയ്ക്കും തോന്നിയില്ലേ? നമുക്ക് തെറ്റുപറ്റിയോ അമ്മേ? ആതിരയുടെ ഇഷ്ടം നോക്കാതാണോ ഈ വിവാഹം നടത്തിയത്? നിന്നോട് ഇതൊക്കെ ആര് പറഞ്ഞു? ജനിച്ച വീടും അച്ഛനെയും അമ്മയൊക്കെ വിട്ടിട്ട് വന്നതല്ലേ. പുതിയ ചുറ്റുപാടുമായിട്ട് ഇണങ്ങിച്ചേരാൻ ബുദ്ധിമുട്ട് കാണും. അതെനിക്കറിയാഞ്ഞിട്ടല്ല. അതെല്ലാ പെൺകുട്ടികൾക്കും ഉള്ളതല്ലേ. ഇതല്ല, എന്നോടെന്തോ ഇഷ്ടക്കുറവുള്ളതുപോലെ. വേണ്ടാത്തതൊന്നും ചിന്തിക്കണ്ട. അവൾ ഇങ്ങോട്ട് വന്നിട്ട് കുറച്ച് ദിവസങ്ങളിലേ ആയുള്ളൂ. എല്ലാം നേരെയാകുമെന്ന് സമാധാനിക്കേ. ഇന്നെന്താ പല്ലുതേപ്പും കുളിയൊക്കെ വേണ്ടാന്ന് വെച്ചോ? എന്താ സുഖമില്ലേ? ഇരിക്കെ. ആതിരയ്ക്ക് ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തുറന്നു പറയണം. എന്നോട് പറയാൻ മടിയാണെങ്കിൽ അമ്മയോട് പറഞ്ഞാൽ മതി. അമ്മയെ ഒരു അന്യായിട്ട് കാണരുത്. അമ്മ വെറും പാവാ. കാര്യമായിട്ട് എന്തോ പ്രയാസമുണ്ട്. മുഖം കണ്ടാലറിയാം. ഞാനത് അമ്മയോട് പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞ എന്താണെന്നറിയോ? വീട് വിട്ട് നിൽക്കുന്നതിന്റെ ആണെന്ന്. അത് തന്നെയാവും കാരണമെന്ന് ഞാൻ ആശ്വസിച്ചോട്ടെ. എന്തായാലും തുറന്നു പറയാൻ മടിക്കണ്ട. എനിക്കൊരു പ്രയാസമില്ല. നീ വേഗം കുളിച്ച് റെഡിയാവും. നമുക്ക് ഒന്ന് പുറത്തോട്ട് പോണം.